ആണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി യൂണിക്കോൺ സിറ്റി. നമുക്ക് ആ കാണുന്ന ആ ഒരു മലയാണ് നമ്മളിന്ന് കയറി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മൾ വന്ന വഴി തിരിച്ചറിയാൻ പറ്റാതെ ഇവിടെ കുറച്ച് ട്രാപ്പിഡാണ്. നമ്മൾ താഴെ വെൽക്കം ബാക്ക് ടു. നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. നമ്മളെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് കണക്കൊന്നൊക്കെ പറിക്കണം. കണക്കൊന്നൊക്കെ പറിച്ചിട്ട് ബൾക്കായിട്ട് വിൽക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത്. $1 മില്യൺ ബിസിനസ്സാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ഗോവർദ്ധനൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ നമ്മളെ ശൗദനം ചെല്ലനുണ്ട്. പിന്നെ തമിഴ്നാടൻ വിശാലിൻ്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. തമിഴ്നാടൻ വിശാലിങ് ഒന്നാണ്, തമിഴ്നാടൻ വിശാലാണ്. വീട്ടിൽ പുതിയൊരു വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, ഒരു യൂണിക്കോൺ 160 ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും ഈ ഒരു വീഡിയോ. പിന്നെ ചെറുതായിട്ട് ഇന്നൊരു പ്ലാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ കണിക്കുന്നൊക്കെ പറിക്കാൻ വന്നിട്ട് നാളെയാണ് വിൽക്കേണ്ടത്. അപ്പോൾ ഇന്നേ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ കണിക്കുന്നൊക്കെ വാടിപ്പോവും. അതുകൊണ്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് സൈറ്റൊക്കെ നോക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കോട്ടൂന്ന് വരുന്നൊരു മലയുണ്ട്, അത് കയറി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തോടെ എന്തായാലും ചുമ്മാ വീട്ടിൽ നിന്ന് സമയത്ത് കുറച്ച് ഡെയിലി ബ്ലോഗും കാലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടേക്കാം. ആണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി യൂണിക്കോൺ 160. നമുക്ക് ആദ്യം ഇതിൻ്റെ വിശേഷങ്ങളോടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കണിക്കുന്ന ഹണ്ടിലോട്ടും പിന്നെ കോട്ടൂന്ന് മല കീഴടക്കാനൊക്കെ പോവാം. എടുത്തിട്ട് കുറച്ച് ആളൊക്കെ ആയി. ഒരു ന്യൂ ഇയറിൻ്റെ സമയത്താണ് എടുത്തത്. ഗൈസ് അവൻ പറഞ്ഞ കേട്ടോ. ഗൈസ് ഇവന്മാർ മഞ്ഞുമൽ ബോയ്സ് കളിക്കാൻ വേണ്ടി ഈ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ നിൽക്കുകയാണ്. ഡെയിലി ബ്ലോഗ് ആയിട്ട് പിന്നെ എന്തായാലും ഇത് ആഡ് ചെയ്യാം. നമ്മൾ ഗോവർദ്ധൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്, ശരീരത്ത് ഏറ്റവും മുകളിലുണ്ട്. ഒരു ജട്ടി വായിച്ചിട്ടുണ്ടോ എനിക്ക്? നമ്മൾ വണ്ടിയുടെ കാര്യത്തിലോട്ട് തന്നെ വരാം. ഇത് നിങ്ങൾ കാണുന്ന നോർമൽ യൂണിക്കോൺ അല്ല, ഇതിൻ്റെ രണ്ടാമത്തെ വെർഷനാണെന്ന് തന്നെ പറയാം. യൂണിക്കോൺ എന്ന് പറഞ്ഞ ബൈക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ സെഗ്മെൻറ്റ് ഒരു കാലത്ത് കീഴടക്കി ഭരിച്ചിരുന്ന ഒരു വണ്ടി തന്നെയാണ് യൂണിക്കോൺ. അപ്പോൾ ആ ഒരു വണ്ടി കഴിഞ്ഞ് രണ്ടാമത് ഇറങ്ങിയ മോഡലാണ് ഇത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു റിലയബിലിറ്റി ഒക്കെ പ്രതീക്ഷിച്ച് ഈ ഒരു വണ്ടിയിലോട്ട് സ്വാഭാവികമായിട്ടും പോകും. പക്ഷേ പോയപ്പോഴത്തേക്ക് അതിൻ്റെ അത്ര റിലയബിലിറ്റിയും കംഫർട്ടും ഈ ഒരു വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചും പലവരും ഈ വണ്ടി വിറ്റ് അതിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി എടുത്തപ്പോൾ ചെറിയ രീതിക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. കാരണം നടുവേദന നല്ലിക്കുണ്ട്, പ്രത്യേകിച്ച് നടുവേദന അവന് നല്ല രീതിക്കുണ്ട്. ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു. കാരണം വണ്ടി എടുത്തിട്ട് ഓടിച്ച് വീട്ടിൽ വരണ വഴിക്ക് തന്നെ നടു നല്ലിക്ക് അടുത്തായിരുന്നു. അപ്പോൾ സ്ഥിരം ഓട്ടിക്കണമെങ്കിൽ ഈ ഒരു വണ്ടിയിൽ നടുവേദന ഒരു ഇഷ്യൂ ആയിട്ട് തോന്നും. പിന്നെ യൂണിക്കോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ് കാലഘട്ടത്താണ് ആ ഒരു വണ്ടി ശ്രദ്ധിച്ച് തുടങ്ങിയത്. കാരണം ഞാൻ ട്യൂഷൻ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവിടുത്തെ സാറിൻ്റെ വണ്ടി യൂണിക്കോൺ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ കാപ്പിക്കുരിയൊക്കെ കയറ്റി വെക്കുമായിരുന്നു, സാറ് നമ്മൾ അടിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ വണ്ടി നല്ല രീതിക്ക് ഓടുമായിരുന്നു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ റോട്ടിൽ എപ്പോൾ ഇറങ്ങി ശ്രദ്ധിച്ചാലും ആ ഒരു വണ്ടി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാറുകളുടെ കാര്യത്തിൽ ടൊയോട്ട എങ്ങനെയാണ് ഏകദേശം അതേപോലെയാണ് ബൈക്കുകളുടെ കാര്യത്തിൽ യൂണിക്കോൺ. 2-3 ലക്ഷം കിലോമീറ്റർ ഓടിയ യൂണിക്കോൺസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് അവ എടുത്ത റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 45,000 രൂപയാണ്. അവർ മണ്ടൻ ചെറുക്കനായതുകൊണ്ട് 45,000 രൂപയ്ക്ക് തന്നെ വണ്ടി കൊടുത്തെടുത്തു. പക്ഷേ വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ പക്കാ നീറ്റാണ്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ആ ഒരു പഴയ മോഡൽ യൂണിക്കോണിൻ്റെ അത്ര റീസെയിൽ വാല്യൂ ഇല്ലായിരുന്നു. എന്നിട്ട് 45 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുപ്പ് ഇപ്പം തന്നെ നിൽക്കും, കാരണം ഇപ്പോൾ അടിയാവും. പിന്നെ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ന്യൂ ഇയറിന് എടുത്തിട്ടും ഇത്രയും ഇടാൻ ലേറ്റായ കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് ചുമ്മാ ഇടാ ലേറ്റായ കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കി ഇടാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ചെറുക്കൻ ഈ വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ പൊല്യൂഷനെങ്കിലും എടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി നല്ല രീതിക്ക് പക്കാ നീറ്റാണ്. 45 രൂപയ്ക്ക് എടുത്താലും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പിന്നെ അഴുക്കായിട്ടൊക്കെ ഇരിക്കുന്നത് ചെളിയത്തൊക്കെ ഓടിയതിലാണ്. ഇനി എവൻ്റെ കിട്ടിയതിന് ശേഷമുള്ള നീറ്റ്നെസ് മാറിയതേ ഉള്ളൂ. ഇനി കാർബറേറ്റർ ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം സ്ലോ സ്പീഡ് നിൽക്കുന്നില്ല. നമ്മൾ വന്ന സമയത്ത് തന്നെ സ്ലോ സ്പീഡ് കൂട്ടി വെച്ചിട്ട് അപ്പം കൂടിയില്ലായിരുന്നു. ഒട്ടിച്ച് വന്ന് പകുതി വഴി എത്തിയപ്പോഴത്തേക്ക് ലോ സ്പീഡ് നല്ലേക്ക് കൂടി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വണ്ടി ഉള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു നടുവേനയൊക്കെ. എന്ന് വെച്ചാൽ ഈ ഒരു മോഡലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് മോഡൽ നല്ല രീതിക്ക് റിലയബിളുമാണ്, കംഫർട്ടും ഉണ്ട്. ഞാൻ ഒരു പഴയ മോഡൽ യൂണിക്കോണും ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ആ വണ്ടിയുടെ അത്ര ഒരു കംഫർട്ടും ഇതും ഇതിൽ കിട്ടിയിട്ടില്ല. പിന്നെ എഞ്ചിൻ റിലയബിലിറ്റിക്ക് കാര്യം പറഞ്ഞെങ്കിൽ ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതിലൊന്നും ഞാൻ പോരാമൊന്നും പറയുന്നതൊന്നുമില്ല. ഈ ഒരു വണ്ടി മറ്റ് യൂണിക്കോണിൻ്റെ അത്രയും സക്സസ് ഒന്നും ആയിട്ടില്ല. ഈ ശിവന്മാർ അവിടെ കിടന്ന് അലക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തന്നെ നിർത്തുകയാണ്. അപ്പുറത്തെ എൻ്റെ വണ്ടി ഇരിപ്പുണ്ട്. ഈ ഒരു സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളവന സ്കൂളാണ്. നമ്മളെ കീഴടക്കാൻ പോകണ്ട പെട്ടെന്ന് ഒറ്റ മൈൻഡ് എന്തൊരു പണി കണ്ട. ഇവനെ കണ്ട തമിഴ് സിനിമ ഇൻഡസ്ട്രീനെ കളഞ്ഞിട്ടാണ് നമ്മളോട് കയറാൻ വന്നേക്കുന്നത്. നിങ്ങൾ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു മലയാണ് നമ്മളിന്ന് കയറി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ളൂ. നേരെ ഇരുട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ അതിൻ്റെ ഒരു ബേസിലെങ്കിലും എത്തണം. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും. മുട്ടക്കുന്ന് കയറി 2 കിലോമീറ്റർ ഹൈറ്റിൽ കയറി വന്നിട്ടുണ്ട്. ഇനി എത്ര ദൂരം പോകണമെന്ന് അറിയാൻ വയ്യ. പിന്നെ വെള്ളം കൂടെ കൊണ്ടുവരാത്തൊരു അബദ്ധമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചെറിയ ഡൗട്ടുകളുണ്ട്. ശരീരത്ത് പിന്നെ സിനിമാ നടൻ വിശാലായതുകൊണ്ട് അവന് എവിടെയായാലും ജീവിക്കാൻ പറ്റും. ഇല്ല ഏതെങ്കിലും വഴി കയറണം. തിരിച്ച് നമ്മളെങ്ങനെ ഇറങ്ങിയവരുടെ ഇത് വഴി തിരിച്ച് വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇറങ്ങി എത്തണ്ടേ.
ഇനി നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് നാളെ ഇറങ്ങേണ്ടി വരും. ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇറങ്ങി നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്പോട്ടിൽ എങ്ങനെ എത്തുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ വയ്യ. ടൂറിസ്റ്റ് സ്പോട്ട് അല്ല. എന്താടാ നിന്നെ വിളിപ്പിച്ചിട്ടാണ്? എടാ വിശാലിനെ ഇഷ്ടപ്പെടൂല. ഇത് കണ്ടിട്ട് ആരും പൊക്കി പിടിച്ചോണ്ട് വരരുത്. കാട്ടുമൂപ്പൻ ഫ്രണ്ടിനെ പോയിട്ടുണ്ട്. ഇത്രയും പാടുള്ള വഴികളുടെ നമ്മൾ പോകുന്നത്. പിന്നെ കഴപ്പൊക്കെ കാണിക്കാൻ വെള്ളമില്ലാതെ ഇങ്ങോട്ട് വരരുത്, പണി കിട്ടും. ഇത് പിടിച്ചാണ്ടാ ക്യാമറ. ആരും പൊക്കി പിടിച്ചോണ്ട് വരില്ലേ ചേട്ടാ? ആരും പൊക്കി പിടിച്ചോണ്ട് വരില്ലേ? എടാ വാ വിശാൽ എപ്പിടാ. അയ്യോ നമ്മൾ നമുക്ക് അതുവഴി പോവാം. പോടാ. ഏതാനും ശതമാനം വഴികൾ മാത്രമേ ഇപ്പോഴും. പന്നിയല്ലടാ അത്, ഓടിക്കോ. ശരീരം ഓടാ. പന്നി എന്നല്ല പട. മുള്ളും അട്ടയും വനജീവികളും നടന്ന കാനന പാതയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതൊക്കെ പന്നിയൊക്കെ പോയ വഴികളാണ്. ഇവിടെയൊക്കെ പന്നി സ്ഥിരം റെസ്റ്റ് എടുക്കുന്ന സ്പോട്ടാണ്. നിങ്ങൾ കണ്ടറിയാൻ പറ്റും. മലയുടെ ഏകദേശം ഒരു 80% ഉണ്ട്. ഞാൻ ഇവിടുത്തെ വ്യൂസും ഞാൻ കാണിച്ചു തരാം. ഗോവർദ്ധനെ പിടിച്ചോ. അടിപൊളിയല്ലേ? വന്ന് തളർന്നുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവന്മാരവിടെ എന്തോ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ പോയേക്കാണ്. ഈ ഒരു പയ്യൻ എക്സ്പ്ലോർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ് ഇൻഡസ്ട്രിക്ക് തന്നെ വലിയൊരു നഷ്ടമാവും ഇവനോട് ഒന്ന് താഴെ പോയി കഴിഞ്ഞാൽ. എന്റെ ഫോണ് പിന്നെ അവൻ്റെ ഫോണും. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മുകളിലോട്ട് കയറാം. അപ്പോൾ വരണമെങ്കിൽ ഉറപ്പായിട്ടും വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് ഇതേപോലത്തെ കഴപ്പ് റൈഡിനൊക്കെ വരാവൂ. വിയർത്ത് കുളിച്ചൊരു കോലമായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ മലയുടെ ഒത്ത മുകളിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വ്യൂസും കഥ ഞാൻ കാണിച്ചു തരാം. എടുക്കിച്ചിട്ടുണ്ട്. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go. ഇവിടെ എത്തിയിട്ട് ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ ഇത് വലിയ ട്രാവലും കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് മെമ്മറീസ് ആയിരിക്കും. അതിനുവേണ്ടി എടുത്ത് യൂട്യൂബിൽ ഇടുന്നത് മാത്രം. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നേരം ഇരുട്ടും. താഴെ നമ്മൾ എത്തുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. ഇത് ഒരുപാട് പേരൊന്നും കാണുന്നില്ല. എൻ്റെ കഴപ്പിന് ഒരു അന്തിമമായിരിക്കുകയാണ്. നല്ലതിലേക്ക് ഇരുട്ടി. നമ്മൾ വന്ന വഴി തിരിച്ചറിയാൻ പറ്റാതെ ഇവിടെ കുറച്ച് ട്രാപ്പിഡാണ്. നമ്മൾ താഴെ എത്തും എന്തായാലും. പക്ഷെ നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തുമെന്ന് എനിക്ക് നല്ലതിലേക്ക് ഡൗട്ടുണ്ട്. നില്ലടേ. അയ്യോ. നമ്മൾ വന്നപ്പോൾ നല്ലതിലേക്ക് എളുപ്പമായിരുന്നെങ്കിലും ഇപ്പം നേരം ഇരുട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് പണി കിട്ടി. ഇരുട്ടുന്നതിന് ഇപ്പം താഴെ ഇറങ്ങിയാൽ മതിയായിരുന്നു. സരീത്ത് എവിടെ? സരീത്ത് ഇടയ്ക്കിടയ്ക്ക് ഗൈസ് നമ്മൾ ഇതുവരെ താഴെയോ മനുഷ്യവാസത്തെയോ കണ്ടിട്ടില്ല. ഒരു മനുഷ്യനാ. അയ്യോ. എല്ലാവരും മനുഷ്യവാസത്തിലോട്ട് എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ അടുത്ത് ഏകദേശം അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.